ഇങ്ങനെ ഒരു വേദി നമുക്ക് സമ്മാനിച്ചിട്ട് രണ്ട് വാക്ക് പറയാണ്ട് പോയാൽ അതൊരു നന്ദികേടായി പോയില്ലേ ജൂബിലി അക്കാദമിയോട്. അപ്പോൾ ആദ്യം തന്നെ ഇങ്ങനെ ഒരു വേദിയിൽ വരാനും ഇങ്ങനെ ഒരു പദവിയിലേക്കും എത്തിച്ച സർവശക്തനായ അള്ളാഹുവിനോട് സർവസ്തുതിയും ആദ്യം തന്നെ പറയുന്നു. അൽഹംദുലില്ലാ അൽഫമറ. പിന്നെ ഇങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി നമ്മളുടെ മുന്നിലേക്ക് വെച്ച് തന്ന ജൂബിലി അക്കാദമിയോടും ജൂബിലി അക്കാദമിയുടെ ഹെഡായ ഷെറി മേമിനോടും യൂനിസ് സാറോടും പിന്നെ നമ്മുടെ ഹൃദയത്തിൽ ഇടം പിടിച്ച നമ്മുടെ പ്രിയപ്പെട്ട ടീച്ചേഴ്സ് ഫൈമ മാം, റുക്സാന മാം, നെബഹ മാം, അലിമ മാം വരെ പ്രത്യേകം തന്നെ എടുത്തു പറയേണ്ടതുണ്ട്. പിന്നെ ആദ്യം ചെറിയൊരു രൂപത്തിൽ എന്നെക്കുറിച്ച് പറയാം. ഞാൻ +2 കഴിഞ്ഞതാണ്. നല്ല മാർക്കുണ്ടായിട്ടും എനിക്ക് തുടർന്ന് പഠിക്കാനുണ്ടായ ഒരു സാഹചര്യം കിട്ടിയിട്ടില്ല. 20 വർഷത്തിന് ശേഷമാണ് ഞാൻ ഇങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റിയിലേക്ക് വരുന്നത്. എനിക്ക് പഠിക്കണം നന്നായിട്ട് ആഗ്രഹമുണ്ടായിരുന്നു. ടീച്ചിങ് എന്ന് പറഞ്ഞാൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു മെത്തേഡായിരുന്നു. അതുകൊണ്ട് ഞാൻ +1 പഠിക്കുന്ന സമയത്തെ ഞാൻ ട്യൂഷൻ എടുക്കാൻ തുടങ്ങിയിരുന്നു. മാരേജ് വരെ എൻ്റെ ട്യൂഷൻ തുടർന്നു പോയി. പിന്നെ എനിക്ക് നല്ലൊരു സാഹചര്യത്തിലും നല്ലൊരു ഇതുള്ള ഒരു ഹസ്ബൻഡിനെ എനിക്ക് കിട്ടിയിരുന്നത്. പിന്നെ ഞാൻ പഠിക്കാനുള്ള ഒരാഗ്രഹം ഹസ്ബൻഡിനോട് പറഞ്ഞില്ല. 6 മക്കളെ ഉമ്മയാണ് ഞാൻ. +2 പഠിക്കുന്ന മൂത്ത മോള്, ഇളയ ആൾ 2.5 വയസ്സ്, 3 ഇവിടെ വന്നിട്ടുണ്ട്. എനിക്ക് ഞാൻ പഠിക്കണമെന്ന് ആഗ്രഹം വന്നപ്പോൾ എൻ്റെ ഹസ്ബൻഡിനോട് പറഞ്ഞു. ഹസ്ബൻഡ് പറഞ്ഞ ഫസ്റ്റ് കാര്യം പണത്തിന് വേണ്ടിയിട്ടോ ഒന്നുമല്ല, എൻ്റെ ഇഷ്ടം. ആ ഇഷ്ടത്തിന് വേണ്ടിയാണ് ഞാൻ ഈ ടീച്ചിങ് എനിക്ക് ഏറ്റവും ഇഷ്ടമാണെന്ന് അറിയുന്നതുകൊണ്ടാണ് എന്നെ മോണ്ടിസറിയിലേക്ക് ചേരാൻ സമ്മതിച്ചത്. അതുപോലെ ഞാൻ ഏത് അക്കാദമിയിൽ എങ്ങനെ ഓൺലൈൻ പഠിച്ചാൽ എനിക്കൊരു വിജയം ഉണ്ടാകുമോ എന്നൊരു ഡൗട്ടോടെയാണ് ഫസ്റ്റ് ഷാക്കിറ എന്നവർ മോണ്ടിസറിൻ്റെ പരസ്യം ഇട്ട് തന്നപ്പോൾ ഞാൻ ജൂബിലി അക്കാദമിയിലേക്ക് അഡ്മിഷൻ എടുക്കുന്നത്. പക്ഷേ ഓരോ ക്ലാസ്സും നമുക്ക് ഓരോ ടീച്ചേഴ്സും തരുന്ന ക്ലാസ് ഓഫ്ലൈനേക്കാൾ മെച്ചമായിട്ടാണ് കിട്ടിയത്. കാരണം ഒരു 11 മണിയാകുമ്പോഴേക്ക് നമ്മൾ വീട്ടിലുള്ള എല്ലാ പണികളും കഴിഞ്ഞ് കുളിച്ച് സ്കൂളിലേക്ക് പോകുന്ന പോലെ അതേ ഒരു പ്രായത്തിലേക്ക് പ്രാധാന്യം നൽകിയിട്ടാണ് ഓരോ ക്ലാസ്സും അറ്റൻഡ് ചെയ്തത്. പിന്നെ ഓരോ ദിവസവും ഓരോ പേജ് എവിടെ വെച്ച് നിർത്തുന്നത് അവിടെ വെച്ചിട്ടാണ് അടുത്ത ക്ലാസ് തുടരാൻ. അങ്ങനെ നമുക്ക് ഓഫ്ലൈൻ എത്രയോ മെച്ചമായിട്ടാണ് ഈ ഓൺലൈൻ ക്ലാസ് ഞങ്ങൾക്ക് കിട്ടിയത്. അതുകൊണ്ട് ഒന്നും കൂടി ഇത്രയും നല്ല ക്ലാസ്സും ഇങ്ങനെയൊരു ഓപ്പർച്യൂണിറ്റി നമ്മളെ മുന്നിലേക്ക് വെച്ച ജൂബിലി അക്കാദമിയോടും യൂനിസ് സാറ്, ഫൈമ മാം, എല്ലാ മാംമാരോടും പ്രത്യേകം നന്ദിയും ആശംസയും അറിയിക്കുന്നു. അതിനോടൊപ്പം തന്നെ ഞങ്ങളെപ്പോലെയുള്ള ഇനിയും കുറേ ടീച്ചർമാർ വാർത്തെടുക്കാൻ ജൂബിലി അക്കാദമിക്ക് ആകട്ടെ എന്നുള്ള ആശംസയോടെ പ്രാർത്ഥനയോടെ ശുക്രൻ, ജസാക്കല്ലാഹ്.